ഗൈസ്, പെറ്റമ്മയെ തല്ലിയാലും രണ്ട് ഭാഗമുണ്ടെന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പലതും കണക്കാക്കുന്നുള്ളൂ. പല രീതിയിലുള്ള പല ഇടങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങൾക്ക് ഞാൻ അത് മാത്രമാണ് കണക്കാക്കുന്നത്. ഞാൻ ഈ രേഷ്മ നാട്ടിലേക്ക് വരുന്ന സമയത്ത് തന്നെ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ നിർത്തുകയാണ്, എനിക്കിതിനകത്ത് താല്പര്യമില്ല. വന്ന് ഇറങ്ങി ഉടനെ എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ടാണ് എനിക്ക് വീണ്ടും മൈക്ക് എടുക്കേണ്ടി വന്നത്. അപ്പോൾ ഈ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്നുള്ളത് ഞാനൊന്ന് ക്രോസ് വാച്ച് ചെയ്തപ്പോൾ എനിക്ക് പിടികിട്ടി. അപ്പോൾ അത് ഞാൻ നിങ്ങളിലേക്കൊന്ന് അതൊന്ന് പ്രസൻറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ കുറേ അധികം പേര് എന്നെ റിയാക്ട് ചെയ്യുന്നുണ്ട്, എനിക്കെതിരെ ബഹളം വയ്ക്കുന്നുണ്ട്. അതിൽ ഷാജി പാപ്പാൻ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ഞാൻ ഒരു റിയാക്ഷൻ ചെയ്തിരുന്നു. ഒരുപാട് പേര് എന്നെ വിളിച്ച് ഒത്തിരി വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. നിങ്ങൾക്കത് ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ അത്രയും ആ ലെവലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല, സബ് സ്റ്റാൻഡേർഡിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സോ അൺഫോർച്യൂൺ എൻ്റെ കയ്യിൽ നിന്നും അങ്ങനെ ഒരു പിഴവ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് വേദനിപ്പിച്ചുവെങ്കിൽ ഞാനത് പറയാൻ ആഗ്രഹിക്കാത്തതാണ്. അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് ഇന്നത്തെ ലൈവിൽ ഞാനൊരു എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം എന്നൊരു റിക്വസ്റ്റാണ്. മിക്കവാറും എനിക്ക് വരുന്ന ഒരു ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് എൻ്റെ അത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്. അതുകൊണ്ട് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വീണ്ടും പോയി ഞെക്കി അൺസബ് ആക്കി കളയരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് ഇവർക്ക് എന്നോട് ഇത്രയും ദേഷ്യവും വൈരാഗ്യം വന്നത്? ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നേ. എന്തിനായിരിക്കും ഈ പെണ്ണ് എൻ്റെ തലയിൽ ഇങ്ങനെ പാഞ്ഞു പിടിച്ച് കയറുന്നത്? ഞാൻ ഇതിനെ എന്തോന്ന് ചെയ്തിട്ടാണ്? എല്ലാവരും റിയാക്ട് ചെയ്യുന്നു, ഇത്രയധികം പേര് റിയാക്ട് ചെയ്യുന്നു. അവരെ ആരെ ഇവർക്ക് പറയേണ്ട? എന്താണ് ഷെഫീന ബീബി പർപ്പസ്ലി ടാർഗറ്റ് ചെയ്യപ്പെടുന്നൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്നലെ ഞാൻ മകനെ പോലെ കരുതുന്ന ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അവരുടെ ലെവലിലേക്ക് താഴാനാണോ പ്ലാൻ, അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന്. ആക്ച്വലി അത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അവരെന്നെ അങ്ങനെ വിളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രകോപനത്തിൻ്റെ പുറത്താണ് ഞാനത് ചെയ്തിട്ടുള്ളത്. ഐ എം റിയലി സോറി. പബ്ലിക്കിൽ തന്നെ ഞാൻ സോറി പറയുന്നു. ക്ഷമിക്കുക, സദയം ക്ഷമിക്കുക. ഇനി അങ്ങനെ ആവർത്തിക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. എനിക്കറിയാം എന്നെ കാണുന്നവർ ഞാൻ അങ്ങനെ ആകാൻ ആഗ്രഹിക്കാത്തവരാണ് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ അതുകൊണ്ടാണ് ലൈവ് സെക്ഷനൊക്കെ നിർത്തി വെച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു വിശദീകരണം ഞാൻ പിന്നീട് തരുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇതിലേക്ക് പോവാം. ഇവൾ പോകുന്ന സമയത്ത് കൊണ്ടുപോയ പെട്ടികളുടെ എണ്ണം നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ കൊണ്ടുപോകുന്ന പെട്ടികൾ കണ്ടല്ലോ, 2 പെട്ടിയുണ്ട്. 2 പെട്ടിയും കൊണ്ടാണ് അങ്ങോട്ട് തള്ളിക്കൊണ്ട് പോകുന്നത്. അപ്പോഴേ ഞാൻ അന്ന് തന്നെ ഞാൻ ചോദ്യം ചെയ്തൊരു കാര്യമായിരുന്നു, എന്തിനാണ് ഇത്രയധികം വലിയൊരു പാക്കറ്റും കൊണ്ട് അങ്ങോട്ട് തള്ളി പോകുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് എന്ത് കൊണ്ടുപോകുന്നു അങ്ങോട്ട് എന്നുള്ളതും അവിടുന്ന് എന്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതുമാണ് എൻ്റെ ഡൗട്ടായിട്ട് ഞാൻ പറഞ്ഞത്. സോഷ്യൽ മീഡിയയിൽ പലർക്കും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ഞാനും ഒരു പ്രവാസിയായിരുന്നു. 22 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഇടങ്ങളിൽ ഒക്കെ നമ്മളെ ഈ ലഗേജ് കൊണ്ടുള്ളൊരു ട്രബിൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറും 7 കിലോ മാത്രമേ കൊണ്ടുള്ളൂ. അതായത് ഹാൻഡ് ബാഗേജ് മാത്രമേ കൊണ്ടുള്ളൂ. എൻ്റെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോണ്, അത്യാവശ്യം എൻ്റെ കോസ്മെറ്റിക് ഐറ്റംസ്, കുട്ടി ഫുഡ്, ഈ കുറച്ച് ഡ്രസ്സുകൾ, അത്രയേ ഉള്ളൂ. ഇവിടെ ഉപയോഗിക്കുന്ന ഇവിടെയും അവിടെ ഉപയോഗിക്കുന്ന അവിടെയുമായിട്ട് വെക്കുമെന്നതിനപ്പുറം ഇത് ചുമന്ന് കെട്ടിക്കൊണ്ട് പോകുന്ന പരിപാടി എനിക്കില്ല. ഐ നോ അതിൻ്റെ ഒരു ട്രബിൾ എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ. പിന്നെ ടോയ്സോ വല്ലതൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കൊറിയർ അയക്കും, അവിടുന്ന് കാർഗോ അയക്കും എന്നതിനപ്പുറം ഞാൻ ചുമന്നുകൊണ്ട് വരാറില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്കിതിനെപ്പറ്റി ശരിക്കും ഗ്രാഹ്യമുണ്ട്. ഞാനിത് സൂചിപ്പിച്ചതിൻ്റെ ഒരു കാരണം, ഇങ്ങനെ റെഗുലറായിട്ട് പോകുന്ന സെലിബ്രിറ്റികളുടെ കയ്യിൽ ത്രൂ ആണ് പല കടത്തുകളും നടത്തുന്നത്. അപ്പോൾ സെലിബ്രിറ്റികളെ ക്രോസ് വാച്ച് ചെയ്യണമെന്ന് ബാലഭാസ്കറുടെ മരണത്തോടു കൂടി തന്നെ ഒരു സ്പെഷ്യൽ ഓർഡർ ഉണ്ട്. അപ്പം ഞാൻ അത് ഇനിഷ്യേറ്റീവ് ചെയ്ത് അതെടുത്ത് കാണിച്ചിട്ടാണ് ഞാൻ ഈ കസ്റ്റംസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരറിയണമല്ലോ ഇങ്ങനെ വരുന്നവരെ ഒന്നും കൂടെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം, കരിപ്പൂർ വിമാനത്താവളത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് കടത്തുന്നതിന് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാരെ പിടിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മുസ്ലിം വിഭാഗത്തിലുള്ളവരൊക്കെ എനിക്കെതിരെ തിരിയാനും വീഡിയോ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി കാര്യം. ഇങ്ങനെയുള്ള കരിയേഴ്സിൻ്റെ സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ളവർ പൈസ കൊടുത്തവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. ആയിക്കോട്ടെ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. നീതിക്കെതിരെ, നീതി നിഷേധങ്ങൾക്കെതിരെ സംസാരിക്കുക എന്നുള്ളത് എൻ്റെ ബ്ലഡിലുള്ളത് കൊണ്ട് തന്നെ ഞാനത് തുടർന്ന് ചെയ്യുക തന്നെ ചെയ്യും. ആര് വിലക്കിയാലും ആരെന്ത് ചെയ്താലും എന്ത് ട്രബിൾ ഉണ്ടെങ്കിലും ഞാനത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇവൾ കൊണ്ടുപോയ പെട്ടികൾ തിരിച്ചു വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവൾ വന്നപ്പോൾ ഉള്ള വീഡിയോ ആണ് ഞാനിവിടെ ഷെയർ ചെയ്യണത്. വളരെ മാസീവായിട്ട് പുള്ളിക്കാരത്തി വരുന്നുണ്ട്. ഒരു പെട്ടി മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അതർ പെട്ടി വാനിഷ്ഡ്, എവിടെ പോയി എന്നറിയാൻ പാടില്ല. ഇവിടുന്ന് അവിടെ കൊണ്ടുപോയ ഉടനെ പൊട്ടി എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ കൺഫ്യൂഷൻ ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലിംഗ് എവിടെ കിട്ടും എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ കണ്ടത് നമ്മുടെ മറ്റേ കോബ്രോ മച്ചാൻ്റെ ഒരു വീഡിയോ കാണാനിടെ. അതിൽ നിന്ന് കുറച്ച് ഭാഗം ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. സുധിച്ചേട്ടന്റെ പെട്ടി, നല്ല പെട്ടി അവിടെ ഇട്ടിട്ട്, കാരണം രണ്ടും കൊണ്ടുവരാൻ പറ്റത്തില്ലാത്ത അവസ്ഥയായിപ്പോയി. സുധിച്ചേട്ടന്റെ പെട്ടി ഓർമ്മയ്ക്കായിട്ട് എനിക്കത് കളയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് പൊട്ടിപ്പോയിട്ട് ഞാനത് കൊണ്ടുവന്ന് മറ്റേ പുതിയത് കളഞ്ഞിട്ട് പോകുന്നു.
അപ്പോൾ ഈ കോബ്ര മച്ചാൻ്റെ ഫുൾ വീഡിയോയുടെ ഇത് ഞാൻ വേണമെങ്കിൽ എൻ്റെ ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്ത് വെച്ചേക്കാം. ആക്ച്വലി കോബ്ര മച്ചാൻ എന്നെയും വിമർശിക്കാറുണ്ട്. വളരെ ഇരുത്തം വന്ന ഒരു ആളാണ്. എനിക്കും പുള്ളിക്കെതിരെ വീഡിയോ ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് ഒരു കാര്യം. പക്ഷെ എന്നിരുന്നാലും ചിലത് നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ നല്ലത് പറയണമല്ലോ. പുള്ളി ആരെയും കടന്നാക്രമിക്കുകയോ അവഹേളനപരമായ സംസാരങ്ങളോ ഒന്നുമില്ല. വളരെ ഡീസൻ്റായി കൃത്യമായ എവിഡൻസ് വെച്ച് ഭാര്യയ്ക്കൊപ്പം ഇരുന്നുകൊണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിക്കും എനിക്കും ചില ഇടങ്ങളിൽ ഒരു കുട്ടിയുടെ കാര്യം വന്നപ്പോൾ മാത്രം എനിക്ക് ഒപ്പോസിഷൻ ഉണ്ടെന്നതിനപ്പുറം കൃത്യമായി തെളിവ് ഹാജരാക്കി ഒരു കുടുംബനാഥൻ എന്ത് പറയണം എന്നുള്ളത് കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ അവിടെ പോയി കണ്ടാൽ വിശദമായ വിവരണം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പെട്ടിയാണ് സത്യം പറഞ്ഞാൽ ഇവൾക്ക് എൻ്റെ തന്തയും തള്ളയും വിളിക്കാനുള്ള പ്രോബ്ലം, അല്ലാതെ കിച്ചു അല്ല. അതെനിക്ക് ബോധ്യപ്പെട്ടു. കിച്ചുവിനെ ഞാൻ പറഞ്ഞതിന് അവിടെ നിന്നുകൊണ്ട് എന്നെ തകർത്തിട്ട് വന്ന ഒരുത്തി ഇവിടെ വന്നിട്ട് ഈ രീതിയിൽ എന്നെ അവഹേളിക്കാൻ, ഇത്രയും റോങ് ആയ വേർഡ് ഉപയോഗിക്കാനുള്ള ഒരു കാരണം ഈ പെട്ടി തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ? ചുമ്മാ ഇരുട്ടിലേക്ക് ഒന്ന് എറിഞ്ഞു കൊടുക്കുന്ന ആളല്ല ഞാനത് ഇത് അയച്ചിട്ടുണ്ട്. ഒന്നുകിൽ ഈ പെട്ടി ആ കസ്റ്റംസ് പിടിച്ചവിടെ വെച്ചിട്ടുണ്ടാകും, അല്ലാച്ചാൽ ഇവൾ കൊണ്ടുപോയ സാധനം അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് പെട്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പം അത് എന്താണെന്നുള്ളത് പോലീസ് വെരിഫൈ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എൻ്റെ സംശയമാണ് ഞാൻ പറഞ്ഞത്. എനിക്കിതിനകത്ത് ആധികാരികമായിട്ടൊന്നും പറയാനില്ല. നിങ്ങളുടെ മുന്നിൽ ഞാൻ വെച്ച തെളിവുകളാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം. സാധാരണ യൂട്യൂബേഴ്സൊക്കെ എടുത്ത് വെച്ചിട്ട് പറയുന്നുണ്ട്. എനിക്കൊരു കമൻ്റ് ഒക്കെ കുറേ വന്നിട്ടുണ്ട്. അവർ പറയണു ഇവർ പറയണു. പ്ലീസ് ഞങ്ങളെ കമ്പാരിസൺ നടത്തരുത്. ഇപ്പം എനിക്കൊരു വ്യക്തിത്വം ഉണ്ടാവും, കോബ്ര മച്ചാനിക്ക് ഒരു വ്യക്തിത്വം ഉണ്ടാവും, മറ്റുള്ളവർക്ക് അവരുടേതായ വ്യക്തിത്വം ഉണ്ടാവും. അവരുടെ ഗ്രേഡിലേക്ക് എന്നെ ആലോചിക്കുക പോലും ചെയ്യരുത്. എൻ്റെത് ഡിഫറെൻ്റ് ആണ്, എൻ്റെ വ്യൂ പോയിന്റ് ഡിഫറെൻ്റ് ആണ്, എൻ്റെ ആറ്റിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആണ്. സോ ഓൾ ടോട്ടൽ ഞാൻ ഡിഫറെൻ്റായി ചിന്തിക്കുന്ന, ഡിഫറെൻ്റായി പറയാനും പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പല വിഷയങ്ങളിലും ഇടപെടുമ്പോൾ ഒരുപാട് അതങ്ങ് ഉള്ളിലേക്ക് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെനിക്ക് കണ്ടന്റ് മാത്രമല്ല, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതാണ്. അത് ഞാൻ മുമ്പ് സായിയുടെ അടുത്ത് വഴക്കിട്ടപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. ഇത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബേസ് ചെയ്തിട്ട് ഞാൻ ചെയ്തതാണ്. ഇപ്പോൾ എൻ്റെ മകന് ജോലിയുണ്ട്, വരുമാനമുണ്ട്, എനിക്ക് ചുമ്മാ ഇരുന്നാൽ മതി. എനിക്ക് എൻ്റെ ഇത്രയും സ്ട്രഗിൾ എടുക്കേണ്ട ആവശ്യങ്ങളൊന്നും ഇപ്പോഴില്ല. പ്രസൻ്റ്ലി എൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷനും അങ്ങനെയല്ല. ബട്ട് സ്റ്റിൽ ഞാൻ എന്തുകൊണ്ട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അത്രയും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയോട് കൂടി ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് ഈ രേഷ്മയിൽ ഞാൻ കണ്ട റെസ്പോൺസിബിലിറ്റി എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയാം. ഈ പറയുന്ന രീതിയിൽ വിധവകൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവർ കാണിക്കുന്ന പേക്കൂത്തുകൾക്ക് ഒരുപാട് വിധവകൾക്ക് ഒപ്പോസിഷൻ ഉണ്ട്. ഞാൻ മാത്രമല്ല കേട്ടോ, ഞാനും വിധവയാണ്. എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട്. എനിക്ക് ഒരുപാട് വിവാഹ ബന്ധങ്ങളെക്കുറിച്ച് കുറേ ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഞാൻ വിവാഹം കഴിക്കാൻ മുട്ടി നിൽക്കുകയാണ്. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പ്രപ്പോസലുകൾ കൊണ്ടുവരിക. ഇനി എനിക്ക് അങ്ങനെ ഒരു ഭർത്താവ് നിലനിൽപ്പുണ്ടെങ്കിൽ ഒന്ന് കൂട്ടിയിട്ട് വന്നാൽ വലിയ ഉപകാരമായിരിക്കും. ഒറ്റ കാര്യം, ആള് പൂർണ്ണമായും തെളിവ് വെച്ച് ഞാൻ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചിട്ട് പറ്റിച്ചു എന്നോ അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ നിന്ന് പൈസ വാങ്ങിയിട്ട് വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ചു എന്നോ എവിഡൻസ് ഉൾപ്പെടെ വെക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. ഒന്നല്ല ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾ അങ്ങനെയാണ്. മുസ്ലിങ്ങൾക്ക് 1, 2, 3, 4 ഒക്കെ കെട്ടാം, കുഴപ്പമില്ല. ഇനി അതിൻ്റെ ഇതൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറയൂ. തീർച്ചയായിട്ടും ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. പിന്നെ ഞാനിപ്പം എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 3, 4 വർഷമൊന്നുമല്ല, 10-16 വർഷമായി അദ്ദേഹം മരിച്ചിട്ട്. ഇത്രയും കാലമൊക്കെ ഞാൻ തനിച്ചല്ലേ നിൽക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ എനിക്ക് വിവാഹമൊക്കെ കഴിക്കാം, പ്രണയങ്ങളാകാം. അതൊക്കെ സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീക്ക് സംഭവിക്കേണ്ട കാരണങ്ങളാണ്. ഇവിടെ സംഭവിക്കാത്തത് എന്താണെന്നുള്ള ടെൻഷനാണ് ഇവിടെ ഉള്ളവർക്ക്. അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആളുകളെ കിട്ടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഫോർവേഡ് ചെയ്യുക, കൊണ്ടുവരിക. വളരെ സന്തോഷത്തോടു കൂടി ഞാനത് ഏറ്റെടുക്കാം. പിന്നെ എന്താ പറയണേ, അവിടെ എന്താ തൊഴിലാണ് എന്നൊക്കെ പറയുന്നവർക്ക് തീർച്ചയായിട്ടും ഞാൻ ഒരു ബാറിൽ ഉദ്ഘാടനത്തിന് പോവുകയോ ബാറിൽ പോയി ഡാൻസ് കളിക്കുകയോ ഞാൻ മാജിക് മൊമെൻ്റ് അടിക്കുമോ എന്ന് പബ്ലിക്ക് പറയുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് അത് ചെയ്യേണ്ടി വരും. സബ്സ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഉടുപ്പൂരി കാണിക്കുന്നില്ല, അങ്ങനത്തെ ഒന്നും ഞാൻ ചെയ്യാറില്ല. അപ്പോൾ എനിക്ക് അത് ഉറപ്പിച്ച കാര്യമാണ്. ആരുടെയും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പം ഒരു ഈ പോയ കാലത്ത് ഇനി ഒരു വിവാഹം അയാൾക്ക് ഞാനൊരു സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുക്കേണ്ട ഒരു ഗതികേടൊന്നും എനിക്കില്ല എന്നുള്ളത് സ്വാഭാവികം. അപ്പം ആ വിഷയത്തിനകത്തൊരു ക്ലാരിറ്റി ആയില്ലേ? അപ്പോൾ ഇതുകൊണ്ടാണ് ഈ സ്ത്രീക്ക് എന്നോട് ഇത്രയും ദേഷ്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾ അഭിപ്രായം പറയുക. എന്തായാലും പോയ പെട്ടി തിരിച്ചു കിട്ടട്ടെ, എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടട്ടെ എന്നുള്ളതാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളുടെ പേർക്ക് ഒരു ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും കസ്റ്റംസിലേക്ക് ഞങ്ങൾ ഇന്ന ആൾ വരുന്നുണ്ട്, അയാൾ കാരിയർ ആണോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് നമുക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഓൺലൈനായിട്ട് നമുക്ക് ഈ എൻക്വയറി കൊടുത്തു കഴിഞ്ഞാൽ അവരതിന് ആക്ഷൻ എടുക്കുക. ഇവർ വരുമ്പോൾ അവിടെ പിടിച്ചു നിർത്തും. മാത്രവുമല്ല, കേസ് ഉണ്ടെങ്കിൽ യാത്ര ചെയ്യാനൊക്കത്തില്ല. ഇതുപോലെ കുറേ ട്രബിൾസ് ഉണ്ട്. അതുകൊണ്ടാണ് ബിഷപ്പ് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇവളുടെ UK വിസ ക്യാൻസലിലേക്ക് പോകുന്നത്. അവരത് വിസ എടുക്കാൻ ഇനിഷ്യേറ്റീവ് എടുക്കാത്തത് കേസ് ഉള്ളവർക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അതിനൊരു തടയുണ്ടാവും, എമിഗ്രേഷൻ അവരെ സ്റ്റോപ്പ് ചെയ്യും എന്നുള്ളതാണ്. അത് കോമൺ സെൻസ് ഉള്ളവർക്ക്, ഇതിനൊക്കെ ഒരു വ്യവസ്ഥകളെ പറ്റി അറിയുന്നവർക്ക് ഞാൻ പറയുന്നത് പിടികിട്ടും.
നിങ്ങൾ ആരും ഇത് എടുക്കണമെന്നോ പറയണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പിന്നെ എന്നെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പലരെ കൊണ്ടും ന്യൂഡ് വീഡിയോസ്, പിക്ചർ ഒക്കെ നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം നിങ്ങൾ പബ്ലിഷ് ചെയ്യാനാണ് ഞാൻ ആത്മാർത്ഥമായി പറയുന്നത്. പോലീസുകാരും അത് തന്നെ പറഞ്ഞത്, അവർ പബ്ലിഷ് ചെയ്യട്ടെ, ഞങ്ങൾ അതിൻ്റെതായ രീതിയിൽ ഫോറൻസിക്കിൽ പറഞ്ഞ് അത് കൃത്യമായി ആക്ഷൻസ് എടുക്കും. അല്ലാത്തവരത് പബ്ലിഷ് ചെയ്യുകയാണ് വേണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാണണം, എനിക്കും കൂടെ കാണണം. നിങ്ങൾ മാത്രം വെച്ചിട്ട് ഇങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. അതൊന്ന് പബ്ലിക് ചെയ്താൽ ഞാനും കൂടെ കൊണ്ടുവന്ന് ആസ്വദിച്ചിട്ടുണ്ടാവുമായിരുന്നു. പിന്നെ ഇൻബോക്സിലേക്ക് കൊണ്ടുവന്ന് വീഡിയോസൊക്കെ ഇടുന്നത്, ഇത് വൾഗർ വീഡിയോസൊക്കെ ഇടുന്നത് ഒരു കാര്യമാണ്. ഒരു അല്പം മനസ്സാക്ഷി കാണിക്കണം. ഭർത്താവില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു പ്രയോജനം ഇല്ലടേ. നിങ്ങൾ അതൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇട്ട് കൊടുക്കുക. അവരത് കണ്ട് ആ മോഡലൊക്കെ ഒന്ന് പരീക്ഷിക്കുകയോ എക്സ്പീരിയൻസ് ചെയ്യുകയോ ആസ്വദിക്കുകയൊക്കെ ചെയ്യും. അല്ലാത്ത ഒരാൾക്ക് ഇതൊക്കെ കൊണ്ടുവന്നിട്ട് എന്നിട്ട് വല്ല പ്രയോജനം, വേസ്റ്റ് അല്ലേ, വേസ്റ്റിംഗ് ടൈം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ പെട്ടി കേസ് ഇതാണ്, ഇവൾക്ക് എന്നോടുള്ള വൈരാഗ്യവും ഇതാണ്. അല്ലാതെ നിങ്ങളാരും തെറ്റിദ്ധരിക്കുന്ന കണക്ക് കിച്ചുവുമായിട്ട് ഞാനൊരു ഭയങ്കര മീറ്റിംഗ് വെച്ചോ അതൊന്നുമല്ല. സ്വാഭാവികമായും അമ്മ മനസ്സുള്ളവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ഒരു കുഞ്ഞ് എൻ്റെ അമ്മ നഷ്ടപ്പെട്ടു പോയി, എനിക്ക് ആരുമില്ല, എനിക്ക് ഇത്രയും പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞിരുന്ന് കരയുമ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ അവനെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ള നിലയിൽ എനിക്ക് അവനോട് തോന്നിയ ഒരു സിമ്പതി, ആ ഒരു സിമ്പതിക്കാണ് ഞാൻ ആ കുട്ടിയെ കാണാൻ പോയിട്ടുള്ളത്. അതിനകത്ത് ഒരു കുത്തിത്തിരിപ്പും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം പലരും പറയണു അതില്ലാതാക്കണം, ഇതൊക്കെ ചെയ്യേണ്ട നാട്ടുകാരാണ്. അതില്ലാതാക്കണം, അവളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം, അവളെ ഇൻഷുറൻസ്, ഇതൊക്കെ ചെയ്യേണ്ട നാട്ടുകാരാണ്. ഇനി നിയമപരമായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ സുധിയുമായിട്ട് അവളുടെ വിവാഹം നടന്നിട്ടില്ല, അതായത് രജിസ്ട്രേഷൻ ഇല്ല. ഞാൻ പലയിടങ്ങളിൽ നിന്നുള്ള ഈ പറയുന്ന രജിസ്റ്റർ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് എടുത്ത് നോക്കി, ഇതിനകത്തൊക്കെ ഫോട്ടോസ് ഉണ്ടാകും, അതിൻ്റെ രേഖ തന്നെ വേറെയാണ്. ഒത്തിരി പേരായിട്ട് റെഫർ ചെയ്തു. പിന്നെ താജ് പത്തനംതിട്ട ഏകദേശം ആ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് പുള്ളിയോട് ഞാൻ ചോദിച്ചപ്പം പുള്ളി പറഞ്ഞു ഇല്ല, റെക്കോർഡിക്കലി അവർ വിവാഹിതരല്ല, പക്ഷേ അവൾക്ക് അയാളാണ് ഭർത്താവ് എന്ന് തെളിയിക്കാൻ പറ്റും. കാരണം വലിയൊരു ഷോയ്ക്കകത്ത് അവളെ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഭാര്യയാണ് എന്ന നിലയിൽ, എൻ്റെ മൂന്നാമത്തതാണ് എന്ന രീതിയിൽ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പൂർണ്ണാധികാരി എന്ന് പറയുന്നത് കിച്ചുവാണ്. അത് ഇൻഷുറൻസ് കമ്പനിക്ക് ബോധമുണ്ട്, അവരങ്ങോട്ട് കൊടുത്തോളൂ. 1% ഇവക്ക് കിട്ടുള്ളൂ, ഇവക്ക് പൂർണ്ണാധികാരം കിട്ടത്തില്ല. ആ കുട്ടിക്ക് കൊടുക്കുന്ന കുട്ടിയുടെ പേർക്ക് ബാങ്കിലേക്കേ കൊടുക്കുള്ളൂ. അതേപോലെ കിച്ചുവിന് കിട്ടുന്നത് പൂർണ്ണമായിട്ടും കിട്ടും. പക്ഷെ വീട് ആ 2 കുട്ടികൾക്കായിട്ട് നമ്മൾ കൊടുത്തതാണ്, നാട്ടുകാർ കൊടുത്തതാണ്. അത് പൈസ കൊടുത്തവരെല്ലാവരും കൂടെ ഐക്യമുന്നണിയാവുക, അവർ ആ കാര്യം സൂചിപ്പിക്കുക. ഒന്നുകിൽ അതിൻ്റെ നേർപകുതിയുടെ വില കാൽക്കുലേറ്റ് ചെയ്ത് ആ പൈസ കിച്ചുവിന് എത്തിക്കുക, അല്ലെങ്കിൽ അവൾക്ക് ആ പൈസ കിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഏർപ്പാടാക്കി കൊടുക്കുക. ഇത് 2 പേരുമായിട്ട് അവർക്ക് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ലെന്ന് അവർ 2 പേരും ഐക്യകണ്ഠമായിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ. ആ കുടുംബത്തിനെ പറ്റിയൊക്കെ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടല്ലോ. ജോലി ചെയ്ത് ജീവിക്കാൻ തയ്യാറല്ലാത്തവരാണ് മക്കളെ കൊണ്ട് അങ്ങനെയൊക്കെ ജീവിക്കുന്നത്. സോ അങ്ങനെയുള്ളവരൊന്നും തിരുത്താൻ ദൈവം തമ്പുരാന് പോലും സാധിക്കത്തില്ല. അത് വൺസ് ഇൻ എ വൈൽ എപ്പോഴെങ്കിലും അവർക്ക് അതിൻ്റെ അനുഭവങ്ങൾ കിട്ടുമ്പോൾ അവർക്ക് മനസ്സിലാകും. ഈ പ്രായത്തിലും നമ്മൾ ജോലി ചെയ്ത് ജീവിക്കുന്നത് അഭിമാനബോധമുള്ളത് കൊണ്ടാണ്. അപ്പം അഭിമാനബോധമുള്ളവർക്ക് മാത്രമേ അക്കാര്യം പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. പിന്നെ കഴുത്തിറക്കം ഇത്തിരി കൂടെ താഴോട്ട് ഇറക്കി കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് കുറേ വല്യമ്മമാർ വന്ന് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അയ്യോ അതിന് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട, ബാത്റൂമിലേക്ക് പോവാം പ്ലീസ് കേട്ടോ, ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കട്ടല്ലോ. നിങ്ങൾ ബാത്റൂമിൽ പോയിട്ട് മൊത്തം അങ്ങോട്ട് ഊരുക, നല്ലൊരു കണ്ണാടിയിലേക്ക് നിങ്ങളെ കാണുക, അത്രയേ ഉള്ളൂ. ഇവിടെയും ഇത് താഴ്ത്തിയെന്ന് പറഞ്ഞ് വേറെ വ്യത്യാസമായിട്ട് ഒന്നും കിട്ടാനില്ല. ചിലപ്പോൾ ഇത്തിരി മുഴപ്പ് കൂടുതലുണ്ടാവും, ചിലപ്പോൾ ഇത്തിരി താഴ്ച കൂടുതലുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ തൊങ്ങി വലിഞ്ഞൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, വയസ്സായില്ലേ അതിൻ്റെയൊക്കെ കാണും, അത്രേ ഉണ്ടാവുള്ളൂ. അല്ല ഒരു വ്യത്യാസവും ഇല്ല, എല്ലാം സിമിലറാണ്, ഈക്വലാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഒരുപാടെടുത്ത് അവൈലബിൾ, അതൊക്കെ എടുത്ത് വെച്ച് നോക്കിയിട്ട് ഇത് ഞാനാണെന്ന് അങ്ങ് സങ്കല്പിച്ചാൽ മതി. അല്ലെങ്കിൽ സജീന കൊണ്ട് കിടക്കുന്നില്ലേ എൻ്റെ തല വെട്ടി വെച്ചിട്ടുള്ളത്, അതൊന്ന് അയച്ചു തരാൻ പറ, അത് കണ്ടങ്ങ് ആത്മനിർവൃത്തി അടഞ്ഞാൽ മതി. ഈ പബ്ലിക്കിൽ പ്ലാറ്റ്ഫോമിൽ എൻ്റെ ഈ ഭാഗത്തിന് താഴോട്ടുള്ളത് കാണാനായിട്ട് ഇവിടെ ആരും വരുന്നില്ല. ഞാൻ പറയുന്ന വാക്കുകൾക്ക് മൂല്യം കൊടുത്താണ് ഇവിടെ ആൾക്കാർ വരുന്നത്. അവർക്ക് ഇത് കാണാൻ താല്പര്യമില്ല. അത്തരത്തിലുള്ളൊരു വൾഗാരിറ്റി സ്ത്രീകൾ പ്രൊമോട്ട് ചെയ്യാറില്ല. അപ്പം നിങ്ങളത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാനസികമായി നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ഈസ്ട്രജൻ ഹോർമോൺ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഉള്ളത് കൊണ്ടാണ്. അതിന് മെഡിസിൻ ഉണ്ട്, ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടാൽ തരും, ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഫാർമസി പോയി ചോദിച്ചാൽ അവരും ഹെൽപ്പ് ചെയ്യാൻ ചാൻസസ് ആണ്. പിന്നെ ആയുർവേദത്തിൽ ഇതിനൊരു മരുന്നുണ്ട്, കടുക്ക കഷായം എന്ന് പറയും, അത് കാച്ചി കുടിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു ശമനം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഹൈപ്പ് ചെയ്യുക. കമൻസ് നിർബന്ധമാണ്, നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വീണ്ടും റിപ്പീറ്റഡ്ലി പറയണു, നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യം കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനുള്ള ഇതുണ്ടാകണം. തുടരും. താങ്ക് യു.